എമർജൻസി ബ്രേക്ക് പോലെ ഉണ്ട്. എമർജൻസി ബ്രേക്ക് ആയിരുന്നു. ആരോ ചെയിൻ വലിച്ചിട്ടുണ്ട്, അതിൻ്റെ സൗണ്ടാണ് കേട്ടത്. അതിൻ്റെ സിഗ്നലായിരുന്നു ലോക്ക് ഒന്ന് പാപ്പ് 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 നടിച്ചത്. ഇവിടെ കുറച്ച് വെള്ളമുണ്ട്, വെള്ളത്തിന് ഒഴുക്കുമുണ്ട്. ഇനി എമർജൻസി ബ്രേക്ക് വലിച്ചത് അത് റീസെറ്റ് ചെയ്താലേ ട്രെയിൻ മുന്നോട്ട് എടുക്കാൻ പറ്റുള്ളൂ. അതിനിടെ കൂടെ ആൾക്കാർ വേസ്റ്റ് വലിച്ചെറിയുന്നുണ്ട് പുഴയിലേക്ക്. പാൻട്രി കാരനാണ് തോന്നുന്നു എടുത്ത് കളയുന്നത്. അതെന്തായാലും വളരെ മോശമാണ് ആ ചെയ്യുന്നത്. ഗാർഡ് ALP ഒക്കെ നടന്ന് എല്ലാ കോച്ചും ചെക്ക് ചെയ്ത് ഏത് കോച്ചിലാണോ പ്രഷർ ഡ്രോപ്പ് ആയിരിക്കുന്നത് വെച്ചാൽ അവിടെ റീസെറ്റ് ചെയ്താലേ ട്രെയിൻ മുന്നോട്ട് എടുക്കാൻ പറ്റുള്ളൂ. ഇത് ഫുൾ സൈഡ് വാക്കുള്ള പാലമുണ്ട്, കുഴപ്പമില്ല. അല്ലാത്ത പാലാണെങ്കിൽ നല്ല പാടാണ്. അങ്ങേ അറ്റത്ത് ഇതോടെ ഫെയിൻ്റായിട്ട് കാണാൻ പറ്റും റായ്ചൂർ തെർമൽ പവർ സ്റ്റേഷൻ. ഈ പാലം എന്ന് പറയുന്നത് തെലങ്കാനയുടെയും കർണാടകയുടെയും ബോർഡറാണ്. അപ്പുറത്തെ സൈഡ് കർണാടകയും അപ്പുറത്തെ സൈഡ് തെലങ്കാനയാണ്. നമ്മൾ നമ്മൾ തെലങ്കാനയിൽ നിന്ന് പുറപ്പെട്ടു, നമ്മളിന്ന് കർണാടകയായിട്ട് എത്തിയതുമില്ല. അപ്പുറത്തിലാണ് തെലങ്കാന. താഴെ മീൻപിടുത്തമുണ്ട്, വേണ്ട ആംഗ്ലിങ്. ഇവിടെ ഇത് ജീവിക്കാൻ വേണ്ടി ചെയ്യുന്നു. വിദേശികൾക്ക് എന്താ പറയുക, വീക്കെൻഡ് വെക്കേഷൻ സമയത്ത് അവരുടെ ടൈം പാസ് ആയിട്ട് ചെയ്യുന്നു. അയാൾ റായ്ചൂർ തെർമൽ പവർ സ്റ്റേഷൻ്റെ സ്റ്റാഫായിരുന്നു. നല്ല ഭംഗിയുണ്ട്. ഇടയ്ക്ക് പാറയും ഇടയ്ക്ക് വെള്ളവും. ഇവിടെയൊക്കെ കൊടും മഴയാകുമ്പോൾ വെള്ളം വരുന്നത് മുകളിൽ വരെ വെള്ളം വരും. നിറച്ച് വെള്ളം വരുന്ന സ്ഥലമാണിത്. കൊടും മഴയത്. കൊടും മഴ ഇവിടെ വളരെ റെയറാണ്. അത് വേറെ കാര്യം. അപ്പം നമ്മളങ്ങനെ കൃഷ്ണ സ്റ്റേഷൻ കടന്നു. നമ്മളങ്ങനെ തിരിച്ച് കർണാടക കയറി. ഇനി റായ്ചൂർ കഴിഞ്ഞ് നമ്മൾ വീണ്ടും ആന്ധ്രയിലേക്ക് കയറും. പിന്നെ നമ്മൾ കയറുന്ന ആന്ധ്രയിൽ, ഇങ്ങനെ തെലങ്കാനയിലേക്കല്ല, നമ്മൾ ആന്ധ്രയിലേക്ക് കയറും. പിന്നെ ആന്ധ്രയിൽ കൂടെ നമ്മൾ ഏകദേശം ഗുണ്ടക്കൽ വരെ നമ്മൾ ആന്ധ്രയിൽ കൂടെ തന്നെ പോകാൻ പോകുന്നത്. പുറകിലിപ്പോഴും RTPS കാണാം, റായ്ചൂർ തെർമൽ പവർ സ്റ്റേഷൻ. ഇത് യദലാപൂർ എന്ന് പറഞ്ഞ സ്റ്റേഷനാണ്. യദലാപൂർ. ഇവിടെ യാത്രാവണ്ടികൾ നിർത്താറുണ്ടെന്ന് തോന്നുന്നില്ല. ഇത് കണ്ടിട്ട് കോൾ റേക്കുകൾ ഹോൾഡ് ചെയ്യാൻ വേണ്ടി, കണ്ട കൽക്കരി കൂട്ടിയിട്ടിട്ടുണ്ട് അവിടെ. ഇത് കണ്ടിട്ട് കോൾ റേക്കുകൾ വരുന്നതിനുള്ളൊരു സൈഡിങ് മാത്രമാണെന്ന് തോന്നുന്നു. കാര്യം ആ തെർമൽ പവർ സ്റ്റേഷനിലേക്ക് കോൾ റേക്ക് വരുമല്ലോ.
യാദൃശ്ചികമായിട്ട് കിട്ടിയതാണ്. ജയന്തി ജന എക്സ്പ്രസ് ആണെന്ന് തോന്നുന്നത്. വളരെ യാദൃശ്ചികമായിട്ട് ഞാൻ സീ സൈഡിൽ എന്താ ഉള്ളതെന്ന് കാണാൻ വേണ്ടി വന്നതാണ്. കറക്റ്റ് നെൽപ്പാടങ്ങളാണ്. ആ സമയത്ത് ജയന്തി ജനതയാണെന്ന് തോന്നുന്നു. ഈ സ്ട്രെച്ച് 130 ഫിറ്റ് ആണെന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ ആ ട്രെയിനിൻ്റെ സ്പീഡ് കണ്ട് നല്ല സ്പീഡ് ഉണ്ടായിരുന്നു. നമ്മുടെ കോച്ച് 130 ഫിറ്റ് ആണെങ്കിൽ ലോക്കോ 130 അല്ല. നമ്മുടെ WDP4Dക്കും 4Bക്കും ഒക്കെ തന്നെ അവർ 110 kmph പെർമിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ലെഫ്റ്റിലുള്ള തെർമൽ പവർ സ്റ്റേഷൻ്റെ കോമ്പൗണ്ടാണെന്നാണ് തോന്നുന്നത്. കാര്യം വലിയ പൊക്കത്തുള്ള സെക്യൂരിറ്റി ഇതൊക്കെ ഉണ്ടാകും. ഫോക്കോളിലൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ കാണാം. ഇതാണ് റായ്ചൂർ തെർമൽ പവർ സ്റ്റേഷൻ, RTPS. ചിക്സുദൂർ സ്റ്റേഷൻ. നമ്മൾ ജസ്റ്റ് റായ്ചൂർ എത്തുകയാണ്. ഈ ലെഫ്റ്റ് കാണുന്ന ഗഡ്വാളിനുള്ള ലൈനായിരുന്നു. അത് കയറി വരുന്ന ജസ്റ്റ് മിസ്സായി. കാരണം ഞാൻ മാപ്പിൽ ഈ സംഭവം കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. കണ്ടുപിടിച്ച് വരുമ്പോൾ കറക്റ്റായിട്ട് നമ്മൾ പാസ് ചെയ്തു. നമ്മളിപ്പോൾ ഉടനെ റായ്ചൂർ സ്റ്റേഷനിൽ കയറി. നിർത്തുമെന്ന് അറിയില്ല. റായ്ചൂർ സ്റ്റേഷനിൽ കയറാൻ പോകാം. ഇവിടെ ഒന്നും പിള്ളേർക്ക് ക്രിസ്മസ് വെക്കേഷൻ ഇല്ല. കേരളത്തിൽ ക്രിസ്മസിന് അവധിയാണല്ലോ. ഇപ്പോൾ സ്കൂളൊക്കെ വർക്കിംഗ് ആണ് ഇവിടെ. നമ്മൾ ജസ്റ്റ് റായ്ചൂർ സ്റ്റേഷനിലോട്ട് കയറുകയാണ്. നമ്മൾ പ്ലാറ്റ്ഫോം ലൈനിലല്ല, നമ്മൾ മെയിൻ ലൈനിൽ തന്നെയാണ് നിർത്താൻ പോകുന്നത്. ഇതാണ് മെയിൻ പ്ലാറ്റ്ഫോം. ഇവിടെയും 5 ഭാഷയിൽ എഴുതി വെച്ചിട്ടുണ്ട്. തെലുങ്കിൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. റായ്ചൂർ കർണാടകയുടെ ഭാഗമാണെന്നുണ്ടെങ്കിലും ഇവിടുത്തെ ബോർഡിൽ തെലുങ്കിൽ പേരെഴുതിയിട്ടുണ്ട്. റായ്ചൂരിലെ പ്ലാറ്റ്ഫോം നമ്പർ 1. റായ്ചൂർ പണ്ട് കാലത്ത് ഇതുവഴി ട്രെയിനിൽ പോകുമ്പോൾ സ്ഥിരം ലഞ്ചിന് നിർത്തുന്ന സ്റ്റേഷനായിരുന്നു റായ്ചൂർ. ഭയങ്കര തല്ലിപ്പൊളി ഭക്ഷണമായിരുന്നു പണ്ട്. അപ്പോൾ പിന്നെ ഭക്ഷണം കുറേ ഇമ്പ്രൂവ് ആയിട്ടുണ്ട് തോന്നുന്നു. കാര്യം ഇവിടെ ഇപ്പോൾ ലെമൺ റൈസും മറ്റേ മുളക ബജ്ജിയും അതൊരു കോമ്പിനേഷനാണ് ഇവിടെ പറഞ്ഞു കേട്ടിട്ടുള്ളത്. പക്ഷേ നമുക്ക് മേടിക്കാൻ വഴിയൊന്നുമില്ല. അവിടെ പ്ലാറ്റ്ഫോമിലെ കാറ്ററിംഗ് സ്റ്റോളാണ് സാധനം കിട്ടുക. അപ്പോൾ കാറ്ററിംഗ് സ്റ്റോൾ തുറന്നിട്ടുമില്ലല്ലോ. ഇതാണ് റായ്ചൂർ സ്റ്റേഷൻ. ഞാൻ 1-2 പ്രാവശ്യം ഇവിടെ എക്സാമിന് വന്നപ്പോൾ ട്രെയിന് പോയിട്ടുണ്ട്. ഒരു പ്രാവശ്യം ട്രെയിന് തിരിച്ചു പോയിട്ടുണ്ട്.
ഇവിടെ ഉണ്ട് ഒരു പ്രീപെയ്ഡ് AC വെയിറ്റിംഗ് ഹാളൊക്കെ അടിപൊളി. നമ്മളങ്ങനെ റായ്ചൂർ എത്തി. മെയിൻ ലൈനിൽ നിർത്തുന്നതിനും പ്ലാറ്റ്ഫോമിൽ നിർത്തി കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ആൾക്കാർ എന്തെങ്കിലും മേടിക്കെങ്കിലും ചെയ്യായിരുന്നു. അതാണ് പ്ലാറ്റ്ഫോം നമ്പർ 2ഉം പ്ലാറ്റ്ഫോം നമ്പർ 3ഉം. ആകെ മൊത്തം 3 പ്ലാറ്റ്ഫോമേ ഉള്ളൂ. ഇതൊരു ജംഗ്ഷൻ സ്റ്റേഷനാണ്. ഗഡ്വാളി എന്നുള്ള ലൈൻ ഇവിടെ വരുന്നുണ്ട്. ഇത് കൂടാതെ ഇവിടെ നിന്ന് വലത്തോട്ട് ജിനിജേര എന്ന് പറഞ്ഞൊരു ലൈന്, അത് ആക്ച്വലി മറ്റേ നമ്മുടെ ഹോസ്പേട്ട്, ബാഗൽകോട് ഹോസ്പേട്ട് ആ ലൈനിൽ എവിടെ പോയി ജോയിൻ ചെയ്തു. ഹോസ്പേറ്റിലാണ് പോയി ജോയിൻ ചെയ്യുന്നത്. എക്സാക്ട്ലി എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അവിടെ പോയി അവിടെ പോയി ജോയിൻ ചെയ്യും. അതിലിപ്പോൾ തൽക്കാലം കർട്ടാഗി എന്ന് പറഞ്ഞ സ്ഥലം വരെ ഇപ്പോൾ ട്രെയിൻ ഓടുന്നുണ്ട്. റായ്ചൂരിൽ കർട്ടാഗയിലോട്ടുള്ള സെക്ഷൻ്റെ പണി നടക്കുന്നേ ഉള്ളൂ. മീൻമേൽ അങ്ങനെ അറ്റത്തെ ലൂപ്പ് ലൈൻ വഴി ഭുസാവലിലൊരു വാഗണായൻ 41814. നമ്മുടെ ട്രെയിൻ തന്നെയായിരുന്നു. എന്തിനാണ് നിർത്തിയെന്നറിയില്ല. മെയിൻ ലൈനിൽ നിർത്തി. എന്തായാലും നല്ല കോഷൻ ഓർഡർ കൊടുക്കാൻ. ക്രൂ ചേഞ്ച് ആവാൻ സാധ്യതയില്ല ഇവിടെ. കാര്യം 10 മണിക്ക് വാടിയെന്ന് കയറി ക്രൂ അല്ല, മണി 12 2 മണിക്കുള്ള ക്രൂ ചേഞ്ച് കൊടുക്കുന്നില്ല. അപ്പോൾ അങ്ങനെ റായ്ചൂരിൽ നിന്നും പുറപ്പെട്ടു. ഇവിടെ പ്ലാറ്റ്ഫോമിൽ സർഫസിങ് പോലും ഇല്ല. കണ്ടോ, പണി നടക്കാണെന്ന് തോന്നുന്നു. ആ പ്ലാറ്റ്ഫോം നമ്പർ 1 മാത്രമേ ഉള്ളൂ ഹാഫ് ഡീസൻറ്റ്. പണി നടക്കുന്നുണ്ട് ഇവിടെ. ഇത് പ്ലാറ്റ്ഫോം റൂഫിങ്ങിൻ്റെ ഫൗണ്ടേഷൻ അല്ല, ഇതിൻ്റെ ഫുട്ഓവർ ബ്രിഡ്ജിൻ്റെ ലാൻഡിങ്ങിൻ്റെ ഫൗണ്ടേഷനാണ് ഇപ്പോൾ അത്. ക്രൂ ചേഞ്ച് ആവാൻ സാധ്യതയുണ്ട്. റായ്ചൂർ റണ്ണിങ് റൂമുണ്ട്. റണ്ണിങ് റൂം ഉണ്ടായിരുന്നു. അങ്ങ് എട്ടതൊരു DG4G നിൽപ്പുണ്ട്. ഈ കിടക്കുന്ന WDG4G 49444 ഗുത്തി ഷെഡിൻ്റെയാണ്. അതിൻ്റെ പേര് 49443. ഇത് വാപ്ടെക്കാണ് നിർമ്മിക്കുന്നത്. റായ്ചൂർ ജിനിജേര അല്ല ജിനിജേരയാണ്, എന്താ അതിന് പറയുന്നത് അറിയില്ല. ആ ലൈനിൻ്റെ പ്രോജക്റ്റ് വർക്ക് റായ്ചൂർ എൻഡിൽ തുടങ്ങിയിട്ടില്ല എന്ന് തോന്നുന്നു. മറ്റേ സൈഡിൽ നമ്മൾ പണിത് തന്നെ. മറ്റേ സൈഡിൽ കർട്ടാഗി വരെ അവർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു. മട്ടുമാരി എന്ന് പറഞ്ഞ സ്റ്റേഷനിലാണ്. ആ ലസ്സി കുടിച്ചുകൊണ്ട് നമ്മൾ ട്രെയിൻ സഡനായിട്ട് സ്റ്റേഷനോട്ടും കയറി. നമ്മൾ ലൂപ്പ് ലൈനിൽ കൂടെ ഒരു കോൾഡ്രേക്കാന്ന് തോന്നും അങ്ങനെ ഓവർടേക്ക് ചെയ്യണം. ടാർപോളിനിട്ട് കൊണ്ടുപോകും. അപ്പോൾ കോളാണോ അയണോറാണോ എന്നറിയില്ല കേട്ടോ. ഇമ്പോർട്ടഡ് ലൈം സ്റ്റോൺ എന്ന ചിലയിലൊക്കെ ഉണ്ടായിരുന്നു. ലൈം സ്റ്റോൺ ഗ്രിഡ്. നമ്മളിന്ന് 2-3 പേര് ഓവർടേക്ക് ചെയ്ത് പോകുന്നത് ഞാൻ വിചാരിച്ചത്. ഭാഗ്യത്തിന് നമ്മളിതൊരു ആരും ഓവർടേക്ക് ചെയ്തില്ല. നമുക്കൊരു ഫ്ലൈറ്റിന് ഓവർടേക്ക് ചെയ്യേണ്ട അവസരവും കിട്ടി. ഖരഗ്പൂരിൻ്റെ വാക്സവനാണ് ട്വിൻസ്. ട്വിൻ ഖരഗ്പൂർ വാക്സവൻസ് ആയിരുന്നു ഫ്ലൈറ്റിൻ്റെ പവർ. അപ്പോൾ നമ്മളങ്ങനെ മട്ടുമാരി കഴിഞ്ഞു. അല്പം കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ആന്ധ്രാപ്രദേശിലേക്ക് കയറി. നമ്മൾ തുംഗഭദ്ര നദി കടക്കും. തുംഗഭദ്ര നദി കടക്കുന്നതോടുകൂടി നമ്മൾ ആന്ധ്രാപ്രദേശിലോട്ട് പ്രവേശിക്കും. ജസ്റ്റ് തിരിച്ച് മെയിൻ ലൈനിലോട്ട് കയറാം.
ബോർഡ് കണ്ടിട്ടുണ്ടോ എന്ന് അറിയാം, ശ്രദ്ധിച്ചോ എന്നറിയില്ല. ആന്ധ്രാപ്രദേശ് കർണാടക ബോർഡറിൻ്റെ ബോർഡ് ഉണ്ടായിരുന്നു. കുളിക്കടമൊക്കെ ഉണ്ട് ഇവിടെ. തുംഗഭദ്ര നദിയും അത്യാവശ്യം ഹോളിയായിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു നദിയാണ്. ഇവിടെ ആയിട്ടാണ് നമ്മുടെ രാഘവേന്ദ്ര സ്വാമികളുടെ മഠം ഉള്ളത്. ശ്രീ രാഘവേന്ദ്ര സ്വാമി മന്ത്രാലയ. അപ്പോൾ ഇത് നമ്മൾ ചെന്ന് കയറുമ്പോൾ മന്ത്രാലയം റോഡ് എന്ന് പറഞ്ഞ സ്റ്റേഷനിലേക്കാണ്. മന്ത്രാലയയിലാണ് രാഘവേന്ദ്ര സ്വാമികളുടെ മഠം ഉള്ളത്. നല്ലൊരു സ്ഥലമാണ്, വളരെ ശാന്തി സമാധാനം കിട്ടുന്നൊരു പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. ഞാൻ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ വിസിറ്റ് ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതിനോട് ഒരു സ്ലീപ്പർ ഫാക്ടറിയാണ്. കാലങ്ങളായിട്ട് ഇവിടെ സ്ലീപ്പർ ഫാക്ടറി ഉള്ളതാണ്. ടവർക്കാർ ഷെഡൊക്കെ ഉണ്ട് ഇവിടെ. നമ്മളെ ലൂപ്പ് വഴി കയറ്റി വിടാൻ പോകണോ എന്ന് എനിക്കൊരു സംശയം ഇല്ലാണ്ടില്ല. ഒരു ഫ്ലൈറ്റ് നിൽക്കുന്ന കണ്ട പോലെ എനിക്ക് തോന്നി. അതെ അതെ, നമ്മൾ ലൂപ്പിലോട്ട് കയറാം. 30 km/h ലൂപ്പായതുകൊണ്ട് കുഴപ്പമില്ല. അവിടുത്തെ ടെമ്പററി സ്പീഡ് റെസ്ട്രിക്ഷൻ കണ്ടോ, 120. ആണ് മന്ത്രാലയം സ്റ്റേഷൻ, മന്ത്രാലയം റോഡ്. ഇത് ആന്ധ്രാപ്രദേശിലാണ്. നമ്മൾ ഇവിടെ പുറകെ ചെന്നൈ മെയിൽ വരാനുണ്ട് 17 ആൾക്കാരെ. ഇതിന് ട്വിൻ ജീസൻസ് തന്നെയാണ്. ഗുണ്ടക്കലിൻ്റെ ജീസൻസ് ആണ്. അപ്പം അങ്ങനെ നമ്മൾ മന്ത്രാലയം റോഡും കഴിഞ്ഞു. ഓപ്പോസിറ്റ് ലൈനിൽ ഒരു ട്രെയിൻ ഉണ്ടോ എന്നൊരു സംശയം. ഒരു ഷാഡോ കാണും ഇവിടെ തോന്നുന്നു. ആ ക്രോസിങ് കഴിഞ്ഞു. ഇവിടെ കുറേ പാറക്കെട്ടാണ് ബാക്കിൽ. ഒരു ചെറിയ കോട്ടയാണെന്ന് തോന്നുന്നില്ല, ഒരു പാറക്കെട്ട് മാത്രമാണെന്ന് തോന്നുന്നു. നല്ല ഭംഗിയുണ്ട് അന്നേരം കാണാൻ. നല്ല ഡ്രൈ ആയി, നല്ല ചൂടായി. കോച്ചിനകത്ത് നല്ല തണുപ്പാണ്, പക്ഷെ പുറത്ത് നല്ല അടിപൊളി ചൂടാണ്. നല്ല ചൂടുമാണ്, ഡ്രൈയുമാണ്. ട്രെയിൻ യാത്ര പ്രധാന പണി ഇതാണ്, ഭക്ഷണം കഴിപ്പ് തന്നെ. ഇതാ ഇതായിരുന്നു ആദോണി സ്റ്റേഷൻ. ആദോണി സ്റ്റേഷൻ പഴത്തിന് ഫേമസ് ആണ്. പക്ഷെ ഇവിടെ പഴക്കച്ചവടക്കാരും കണ്ടില്ല. പണ്ടൊക്കെ ഈ സ്റ്റേഷനിൽ പഴം കിട്ടുമായിരുന്നു, നല്ല പഴം കിട്ടുമായിരുന്നു. നമ്മൾ ലൂപ്പിൽ കയറാൻ കാരണം ഇതായിരുന്നു. ഇവിടെ ഒരു BCA CMB റേസ് കിടപ്പുണ്ടായിരുന്നു, മറ്റേ കാർ കൊണ്ടുവന്ന റേക്ക്.
വണ്ടിയൊന്നുമില്ല. സിംഗിൾ G9 ആയിരുന്നു. അപ്പുറത്ത് യാർഡ് വർക്ക് നടക്കുന്നുണ്ട്. ഫ്രൈറ്റ് ഡെവലപ്മെൻ്റ് ആണെന്ന് കണ്ടിട്ട്. അങ്ങനെ നമ്മൾ ആദുണിയിൽ ഇറങ്ങി. പ്രത്യേകിച്ച് ക്രോസിങ്സ് ഒന്നും ഇല്ലാത്തൊരു ടൈമിലാണ് നമ്മൾ ഓടുന്നത്. അതുകൊണ്ടായിരിക്കും നമ്മളൊന്നും പിടിച്ചിടുകയൊന്നും ചെയ്യാത്തത്. ക്രോസിങ്സോ അല്ലെങ്കിൽ ഓവർടേക്കോ ഒന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും. നമ്മൾ ഗുണ്ടക്കലോട്ട് അടുത്തോണ്ടിരിക്കും. ഇവിടെയും കുറേ വിൻമില്ലുകളുണ്ട്. ഇവിടെ ട്രെയിൻ അടുത്തോട്ട് തന്നെ വലിയ വലിയ വിൻമില്ലുകളാണ് കണ്ടോ. ട്രെയിനിൻ്റെ ഇത്ര അടുത്ത് ഞാൻ ഇതിന് മുമ്പ് പൊള്ളാച്ചി റൂട്ടി മാത്രമേ കണ്ടിട്ടുള്ളൂ. ബ്ലാക്ക് സോയിലാണ് പൊതുവെ. ഏതായിരുന്നു സ്റ്റേഷൻ ഒന്നും അറിയില്ല. നല്ല അസല കാറ്റ്. നമ്മൾ ഗുണ്ടക്കലോട്ട് അടുത്തുകൊണ്ടിരുന്നത് ഒരു കട്ടി 20 കിലോമീറ്റർ കൊണ്ടല്ല ഗുണ്ടക്കലിലേക്ക്. ഭക്ഷണം ഇതുവരെ വന്നിട്ട് മണി 2 ആവാറായി. ഫുഡ് വരെ സെർവ് ചെയ്തിട്ടില്ല അവർ. എനിക്കൊന്ന് ഓർഡറിനനുസരിച്ച് ഫുഡ് പ്രിപ്പയർ ചെയ്തത്. നമ്മളൊന്ന് ലേറ്റ് ആവുന്നു. നഞ്ചർല എന്ന് പറഞ്ഞ സ്റ്റേഷനാണ്. നഞ്ചർല. ഇത് കഴിഞ്ഞാൽ നമ്മൾ ഗുണ്ടക്കലെത്തി. നഞ്ചർല ഗുണ്ടക്കൽ ഞാൻ നോക്കിയപ്പോൾ 9 കിലോമീറ്ററോ മറ്റേ ഉള്ളൂ. സമയം ഇപ്പോൾ 1:45, 1:48 ആയതേ ഉള്ളൂ. ശരിക്കും നമുക്ക് നഞ്ചർല പാസ് ചെയ്യുന്ന ഒരു കൊടുക്കുന്ന സമയം 3:45. ഏകദേശം 2 മണിക്കൂറോളം ബിഫോർ നമ്മൾ നഞ്ചർല പാസ് ചെയ്തു. എനിക്ക് തോന്നുന്നു മിക്കവാറും സൗത്ത് സെൻട്രൽ റെയിലിൽ നമ്മളെ SW1 ഹാൻഡ് ഓവർ ചെയ്യും. പിന്നെ നിങ്ങൾ എന്താ വേണ്ടത് ചെയ്തെന്നായിരിക്കും SW1. അപ്പോൾ ബെല്ലാരിയിൽ കൊണ്ടുപോയി പിടിച്ചിടാൻ സാധ്യതയുണ്ട്. അറിയില്ല, നമുക്കെന്തെല്ലാം കണ്ടറിയാം. നമ്മൾ ജസ്റ്റ് ഗുണ്ടക്കൽ എത്താറേ. ഇത് അങ്ങോട്ട് റെയിൽവേ ലൈൻ വരുന്നുണ്ട്, കാണുന്നുണ്ടോ? ഒരു ബ്രോഡ് ഗേജ് ലൈൻ വരുന്നുണ്ട്. സിംഗിൾ ലൈനാണ്. അതെനിക്ക് തോന്നുന്നു മറ്റേ എന്താ പറയുക, ഹൈദരാബാദ് സൈഡിൽ നിന്ന് വരുന്നതാണെന്ന് തോന്നുന്നു. അത്രയും കൊണ്ട് ഉറപ്പ് കിട്ടുന്നില്ല. ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ സൈഡിൽ വരുന്നത്. ഞാൻ അവസാനം വരുമ്പോൾ ഈ ലൈനൊന്നും ഇല്ല ഉറപ്പായിട്ടും. ഒത്തിരി വർഷങ്ങൾക്ക് ശേഷമാണ് ഈ സൈഡിൽ വരുന്നത്. എനിക്കൊന്നൊരു 2009 മറ്റാണ് ഇതിന് അവസാനം ഈ സൈഡിൽ വന്നത്. ട്വിൻ ഈറോഡ് G7 ആണ്. 27469 27466 സ്റ്റീൽ കോയിലാണ്. ഇത് ധോർണക്കളിൽ നിന്ന് വരുന്ന ലൈനാണിത്. ഞാനിപ്പോൾ ജസ്റ്റ് ഗൂഗിൾ മാപ്പ് എടുത്ത് നോക്കുമായിരുന്നു. ധോൺ ജംഗ്ഷനിൽ നിന്ന് വരുന്ന ലൈനാണ് ഈ കാണുന്നത്. ഇത് പുതിയ ലൈനാണ്. ഞാൻ അവസാനം ട്രാവൽ ചെയ്യുമ്പോൾ ലൈൻ ഉണ്ടായിരുന്നില്ല. നമ്മൾ അല്പം മുന്നിൽ നമ്മൾ ഗുണ്ടക്കൽ ജംഗ്ഷനിലോട്ട് കയറും. എനിക്ക് തോന്നുന്നു നമ്മൾ മുന്നിലോട്ട് റൈറ്റിലോട്ട് കയറുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മൾ ഗുണ്ടക്കൽ ബൈപ്പാസ് വഴിയാണ് നമുക്ക് റൂട്ട് അലോട്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ദൂരെ OHC പോളുകളാണ്. അതെല്ലാം ഗുണ്ടക്കൽ യാർഡിൻ്റെ ഭാഗമാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ലൈനിന് ചേഞ്ച് ചെയ്യണം. നമ്മൾ റൈറ്റ് സൈഡിലെ ലൈനിലോട്ട് കയറുകയാണ്. ഹെവി കേവുകളാണ് വരാൻ പോകുന്നത്. നമുക്ക് എന്തായാലും ലെഫ്റ്റ് സൈഡിലോട്ട് പോകാം. കാരണം ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഗുണ്ടക്കൽ യാർഡ് കാണാൻ പറ്റുമെങ്കിൽ നോക്കാം.
അപ്പോൾ നമ്മൾ ജസ്റ്റ് ഗുണ്ടക്കൽ ബൈപ്പാസ് ലൈനിലോട്ട് കയറി. കണ്ടോ, ഈ ലെഫ്റ്റിലുള്ള മെയിൻ ലൈനാണ്, നേരെ പോകുന്ന ലൈനുകളെല്ലാം ഗുണ്ടക്കൽ സ്റ്റേഷനിലോട്ട് പോകും. 2 ലൈനും നമ്മൾ റൈറ്റിലോട്ട് കയറുകയാണ്. ഇതാണ് ഗുണ്ടക്കൽ ബൈപ്പാസ് ലൈൻ. ഇതുവഴിയൊക്കെ എന്തെങ്കിലും ഒരു ദിവസം യാത്ര ചെയ്യുമെന്ന് വിചാരിച്ചതുപോലും അല്ലായിരുന്നു കേട്ടോ, സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതങ്ങനെ നേരെ അങ്ങോട്ട് പോകുന്നതാണ് ഗുണ്ടക്കൽ ജംഗ്ഷൻ. സ്റ്റേഷൻ കാണാൻ പറ്റുന്നില്ല ഇവിടുന്ന്, അത്രയും ദൂരമുണ്ട് സ്റ്റേഷനിലോട്ട്. ഇപ്പോൾ ഇതൊരു ട്രയാങ്കിളാണ്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ ലൈനുകൾ ബോംബെയിൽ നിന്ന് ഗുണ്ടക്കൽ സൈഡിലോട്ട് പോകുന്ന ലൈനുകളാണ്. ഇത് ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ലൈന്, ഇത് ഗുണ്ടക്കൽ ജംഗ്ഷനിൽ നിന്ന് നേരെ ഹുബ്ലി സൈഡിലോട്ട് പോകുന്ന ലൈനുകളാണ്. അവിടെ സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ ലിമിറ്റ് ബോർഡ് കാണാൻ പറ്റും. അവിടെ മുന്നിൽ കൊണ്ട് സൗത്ത് വെസ്റ്റേൺ റെയിൽവേ. നമ്മൾ സൗത്ത് വെസ്റ്റേൺ റെയിൽവേയിലോട്ട് കയറിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതാണ് ഗുണ്ടക്കൽ ബെല്ലാരി ലൈൻ. ഈ കാണുന്ന ഗുണ്ടക്കൽ ബെല്ലാരി ലൈന്. നമ്മൾ ഗുണ്ടക്കൽ ബെല്ലാരി ലൈൻ വഴിയാണ് നമ്മളിനി പോകാൻ പോകുന്നത്. പുറത്തോട്ട് നല്ല ലെഫ്റ്റ് കർവാണ്. നമ്മൾ ജസ്റ്റ് മെയിൻ ലൈനിലോട്ട് ജോയിൻ ചെയ്യാൻ പോകുന്നു. ആ നീല ഷെഡുകളൊക്കെ കാണുന്നത് ഗുണ്ടക്കൽ സ്റ്റേഷൻ്റെ പാർട്ടായിരിക്കും. അവിടുത്തെ യാർഡും മറ്റുമാണ്. നമ്മൾ ട്രെയിനിൽ ആ ലൂപ്പിൽ നിന്ന് ഇറങ്ങി വരുന്നത് കാണാം. ബൈപ്പാസ് ലൈൻ വഴി ഇറങ്ങി വരുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് മെയിൻ ലൈനിലോട്ട് കയറി. നല്ലൊരു കർവാണ് ഫ്രണ്ടിൽ. ഫുൾ റേക്ക് എന്തായാലും കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഏകദേശം ഗുണ്ടക്കൽ സ്റ്റേഷന് പാരലായിട്ട് എത്തി. ഇതോ കാണുന്നു സ്റ്റേഷൻ. ഇതോടെ സ്റ്റേഷൻ്റെ കൊടി കാണാൻ പറ്റുന്നില്ല. അതാണ് ഗുണ്ടക്കൽ സ്റ്റേഷൻ. ഇതൊരു ഡബിൾ ലൈനാണ്, ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഇവിടെ ഒരു ബാക്ക് 12 കിടക്കുന്നു. WAC 12B 6035H. നാഗ്പൂർ ഷെഡ് തന്നെയാണത്. ഞാൻ മനസ്സിൽ നമ്മൾ ലൂപ്പ് ചെയ്യുന്ന ഇത്ര ചെറിയ സ്റ്റേഷനാണ്. ഒന്നുമില്ലത്, ഹോൾട്ട് സ്റ്റേഷനാണിത്. ഒന്നുമില്ല. അവിടെ ചെറിയൊരു ഷെൽട്ടർ ഉണ്ട്, അത്രേ ഉള്ളൂ. വേറെ ഒന്നും കാണാനില്ല ഇവിടെ. നല്ല പച്ചപ്പ്. ഇങ്ങോട്ട് കാടാണ്. ഇടയ്ക്ക് കുറച്ച് എന്തോ കൃഷിയുണ്ട്. ഇതാണ് ഗുണ്ടക്കൽ വെസ്റ്റ്.
ഗുന്തക്കല്ലു വെസ്റ്റ്. ഇപ്പുറത്തെ സൈഡിലൊരു ക്യാബിൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ നിർത്തത് ആക്ച്വലി കോഷൻ ഓർഡർ വേണ്ടി കൊടുക്കാൻ വേണ്ടിയായിരുന്നു. അവിടുത്തെ പോയിൻറ്റ്സ്മാൻ നിൽക്കുന്നുണ്ട്, അയാളൊരു പേപ്പറും കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അയാൾ ഇനി വാക്കി ടോക്കി കൂടെ പറയുന്നുണ്ട്, ഗാർഡ് വാൻ വരുമ്പോൾ വണ്ടി ചിലപ്പോൾ ഒന്നും കൂടി നിർത്തും ആ പേപ്പർ ഹാൻഡ് ഓവർ ചെയ്യാൻ വേണ്ടി. ഞാൻ പറഞ്ഞില്ല ഗാർഡ് വാൻ എത്തുമ്പോൾ നിർത്തുന്നു. കറക്റ്റ് പോയിൻറ്റ്സ്മാൻ്റെ അടുത്തായിട്ട് ഗാർഡ് വാൻ വരുമ്പോൾ ട്രെയിൻ വീണ്ടും നിർത്തി. ഇതാണ് നമ്മുടെ ലഞ്ച് വന്നിരിക്കുന്നത്. ഇന്നലെ വന്ന സംഭവം പോലെ തന്നെയാണ്. ചോറ്, പ്ലേറ്റ്, ചോറ്, ദാള് ഒക്കെ ആയിട്ട് വന്നിരിക്കുന്ന പോലെ തന്നെയാണ്. ചോറുണ്ട്, ദാളുണ്ട്, സ്വീറ്റുണ്ട്, പിക്കിളുണ്ട്, പനീറിൻ്റെ കറിയുണ്ട്, ചപ്പാത്തി ഉണ്ട്. അവരുടെ സ്റ്റവ് കേടായി പോയിരുന്നില്ല, 2 മണിക്ക് ഫുഡ് വന്നത്. ലേറ്റ് ആണെന്ന് പറഞ്ഞു പൊക്കോണ്ടിരിക്കുകയാണ് ഇപ്പോഴും. ഇപ്പോൾ പോളിൽ കിലോമീറ്റർ റീഡിങ് വായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ 214/23 എന്നാണ് നടക്കുന്നത്. 214 ഇവിടെ മൈൽ കുറ്റി തന്നെ ഉണ്ട്. മൈൽ കുറ്റിയിൽ 214/5 എന്നാണ് നടക്കുന്നത്. നമ്മുടെ ഇത് പ്രകാരം, റെയിൽവേയുടെ മാപ്പ് പ്രകാരം ബല്ലാരി എന്ന് പറയുന്നത് 208ലാണ്. 208.060 ബല്ലാരി. നമ്മൾ SWR കയറിയിട്ടില്ല കേട്ടോ. SWR കയറാൻ പോകുന്നത്. SWR 212 കിലോമീറ്റർ കൊണ്ടാണ് SWR കയറിയിട്ടില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ തെറ്റായിരുന്നു. അപ്പോൾ 208ലാണ് ബല്ലാരി എന്ന് പറയുമ്പോൾ നമുക്കിനി ഒരു 6 കിലോമീറ്റർ കൂടി പോയി കഴിഞ്ഞാൽ നമ്മൾ ബല്ലാരിയിലെത്തും. ഏകദേശം ഒരു 20-25 മിനിറ്റോളം നമ്മളിവിടെ നിർത്തി. നമ്മൾ ജസ്റ്റ് പുറപ്പെടുകയാണ്. ഇതൊരു സ്റ്റേഷനായിരുന്നു. ഈ സ്റ്റേഷൻ്റെ പേര് വായിക്കൊള്ളാതെ എന്തൊരു പേരായിരുന്നു. പിന്നെ ഹുദ്ദിനെ കൊണ്ടുവന്നു അങ്ങനെ കണ്ടായിരുന്നു സ്റ്റേഷൻ്റെ പേര്. മാപ്പിൽ നിന്ന് കണ്ടുപിടിച്ചാണ്. കാര്യം നമുക്ക് ഇത് അപ്പുറത്താണ് പ്ലാറ്റ്ഫോം, അത് അവിടെയാണ് പ്ലാറ്റ്ഫോം, അതാണ് പ്ലാറ്റ്ഫോം. അപ്പോൾ പേര് വായിച്ചെടുക്കാൻ വയ്യാത്തതുകൊണ്ട്, മീൻസ് പേര് ബോർഡ് കാണാൻ വയ്യാത്തതുകൊണ്ട് മാപ്പിൽ നിന്ന് കണ്ടാണ് കണ്ടുപിടിച്ചത്. ഹുദ്ദിനെ കൊണ്ടുവന്ന് കണ്ട മറ്റാണ് കണ്ടത്. ഒരു ഫ്രൈറ്റർ ഉണ്ട് ഇപ്പുറത്ത്. അടുത്ത സ്റ്റേഷൻ ഇനി ബല്ലാരിയാണ്. ഒരു 2 കിലോമീറ്റർ കൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ സൗത്ത് വെസ്റ്റേൺ റെയിൽവേയിലേക്ക് കയറും. സോ ആൽക്കോസ് മരിച്ചിട്ടില്ല, കുറച്ചുകൂടി ബാക്കിയുണ്ട്. പൂനെയുടെ ആൽക്കോസ് ആയിരുന്നു. ഇതൊക്കെ ആയിരിക്കും നമ്മൾ ആൽക്കോൻ്റെ അവസാനം കാണുന്ന വിഷ്വൽസ്. കാര്യം തീരാറായി. ആൽക്കോസിനൊക്കെ മെയിൻ ലൈൻ ഡ്യൂട്ടീസിൽ നിന്ന് പിൻവലിക്കണം എന്നും പറഞ്ഞ റെയിൽവേ ബോർഡ് എല്ലാ സോണുകൾക്കും സർക്കുലർ അയച്ചു കഴിഞ്ഞു. പിന്നെ ആൽക്കോസ് നമ്മൾ മെയിൻ ലൈനിൽ കാണില്ല. മെയിൻ ലൈനിൽ ഇനി അവർക്കത് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ആ ലോക്കോസിന് സ്പെഷ്യൽ പെർമിഷൻ മേടിച്ചിട്ട് മെയിൻ ലൈനിൽ ഉപയോഗിക്കാവും. അല്ലാന്നുണ്ടെങ്കിൽ ഡീസൽ ഉപയോഗിക്കുന്ന സ്ഥലത്തൊക്കെ ഇനി വലിയ MD ആയിരിക്കും. ഒരു യുഗം അവസാനിക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ സ്റ്റീം ലോക്കോയിന് ഡീസലിലേക്ക് ട്രാൻസിഷൻ നടന്ന പോലെ തന്നെ ഡീസലിനുള്ളിൽ ആൽക്കോ ടു EMD ഒരു ട്രാൻസിഷൻ നടന്നില്ല. കാര്യം അപ്പോഴേക്കും തന്നെ ഇലക്ട്രിക്സ് വന്നു. അപ്പോൾ ഏകദേശം ഏറെക്കുറെ പൂർണ്ണമായിട്ട് ഇലക്ട്രിക്കലിലേക്ക് ട്രാൻസിഷൻ ചെയ്യാൻ പോവായി. ഇവിടെ കച്ചി കൂട്ടിയിട്ടിരിക്കുന്നതുണ്ടോ?
അപ്പോൾ സൗത്ത് വെസ്റ്റേൺ റെയിൽവേ ഹുബ്ബള്ളി ഡിവിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇത്രയും നേരം സൗത്ത് സെൻട്രൽ റെയിൽവേ ഗുണ്ടകൽ ഡിവിഷനിലായിരുന്നു. അപ്പോൾ സൗത്ത് സെൻട്രൽ റെയിൽവേ ഗുണ്ടകൽ ഡിവിഷനിൽ നിന്ന് നമ്മൾ സൗത്ത് വെസ്റ്റേൺ റെയിൽവേ ഹുബ്ബള്ളി ഡിവിഷനിലേക്ക് നമ്മൾ കയറി. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ സൗത്ത് വെസ്റ്റേൺ റെയിൽവേ മൈസൂർ ഡിവിഷനിലേക്കും ഫൈനലി സൗത്ത് വെസ്റ്റേൺ റെയിൽവേ ബംഗളൂരു ഡിവിഷനിലേക്ക് കയറും. 209 ആയി മാർക്കിങ്, 208ലാണ് ബെല്ലാരി സ്റ്റേഷൻ. അപ്പോൾ ബെല്ലാരി സ്റ്റേഷനോട് കയറാനായി. ഒരു WDG4Gയുടെ റണ്ണിങ്ങിലുള്ള വീഡിയോ പിടിക്കണം ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കണ്ടതെല്ലാം ഇങ്ങനെ കിടക്കുന്നതാണ്. റൈറ്റിലോട്ടാണ് ഫ്രൈറ്റ് യാർഡ്. നമ്മളിതാ ജസ്റ്റ് ലൂപ്പിൽ കയറി പ്ലാറ്റ്ഫോം നമ്പർ 1ലേക്ക് ഇറങ്ങും. റൈറ്റിലേക്ക് ഒരു വലിയ ഫ്രൈറ്റ് യാർഡ് ഉണ്ട് ഇവിടെ. നമുക്ക് പുറകിൽ ബാക്ക്ഗ്രൗണ്ടിൽ ബെല്ലാരി ഫോർട്ട് കാണാൻ പറ്റും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു ഫോർട്ട്, അതേ ഫോർട്ട് തന്നെയാണ്. റൈറ്റിലോട്ടുള്ളത് ഒരു ഗുഡ് ഷെഡാണ്. ഈ കബൂസിലോണ്ട് അത് WDG6G കേട്ടോ, 69073 കുത്തി ഷെഡിൻ്റെ കബൂസിലോണ്ട് അത്ര നമുക്ക് കിട്ടിയിടും. അതിൻ്റെ എന്തെങ്കിലും ഒരു ദിവസം റണ്ണിങ് ഒരെണ്ണം കിട്ടിയിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു. നമ്മൾ ബെല്ലാരിയിലേക്ക് എത്തി. ബെല്ലാരി സ്റ്റേഷൻ കാണാം. അപ്പോൾ ബെല്ലാരി ജംഗ്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു എന്താ പറയുക കവേർഡ് പ്ലാറ്റ്ഫോമാണ്. മുഴുവൻ ദൂരം കവേർഡ് അല്ല, കുറച്ച് ദൂരം മാത്രം. ആ കവേർഡ് പോർഷനാണിത്. നമ്മൾ കവേർഡ് പോർഷൻ അപ്പുറം പോകുന്ന എനിക്ക് തോന്നുന്നു കണ്ടിട്ട്. ഇവിടെയാണ് ക്രൂ ചേഞ്ച്. साईनगर शिरडी टर्मिनस, इंदा गदग चित्रदुर्ग अरसीकेरे जंक्शन, केसर बैंगलोर सिटी जंक्शन, ಮೂಲಕ മൈസൂർ ജംഗ്ഷನ್ಗೆ ಹೋಗುವ ಗಾಡಿ ಸಂಖ್ಯೆ. നമ്മുടെ ഷെഡ്യൂൾഡ് സമയമായ 4:25 തന്നെ പോകുമെന്ന് തോന്നുന്നത്. പക്ഷേ അതിനെപ്പറ്റി ഉറപ്പൊന്നുമില്ല. അതുകൊണ്ട് സ്റ്റേഷന് പുറത്തുനിന്ന് അല്ലെങ്കിൽ സ്റ്റേഷൻ ബിൽഡിംഗ് പുറത്തുനിന്നും കൂടി ഒന്ന് കാണിക്കായിരുന്നു. എന്തായാലും നമ്മളിവിടെ വെയിറ്റിംഗ് തുടരുകയാണ്. തൊട്ടപ്പുറത്ത് ആ ഒരു ഫ്രൈറ്റ് ഉണ്ട്. ആ ഫ്രൈറ്റ് പോലും ഞാൻ അപ്പുറത്ത് നിന്ന് ഇങ്ങനെ വന്നാൽ കാണാമായിരുന്നു. കാര്യം ഏതോ 1-2 പാസഞ്ചർ ട്രെയിൻ വരാനുണ്ട്. ഒരു ഫ്രൈറ്റ് നമുക്ക് മുന്നേ പോകുന്നുണ്ട്, ഒരു ട്വിൻ ജീസൺ ഹോൾഡ് ഫ്രൈറ്റ്. ഇപ്പോൾ എന്തായാലും അവൻ ട്രാക്ക് ക്ലിയർ ചെയ്യണമല്ലോ. നമ്മുടെ ഹെൽപ്പ് അവിടെ ഇറങ്ങി നടക്കുന്നുണ്ട് പുറത്ത്. എന്തായാലും ഉടനെ ഒന്നും പോയില്ല. ഫ്രണ്ടിലത്തെ ജനറേറ്റർ കാർ റണ്ണിങ് ആണ്. ഇപ്പോൾ ഫ്രണ്ടിൽ ഭയങ്കര സൗണ്ട് കുറവാണ്. ഭയങ്കര സൈലൻറ്റ് ജനറേറ്ററാണ്. ഒട്ടും സൗണ്ട് വെക്കാനില്ല. സൈലൻറ്റ് ജനറേറ്ററാണ്. അത് റണ്ണിങ് ആണ്. ഇതാണ് നമ്മുടെ ട്രെയിൻ, മൈസൂർ ജംഗ്ഷൻ സായിനഗർ ഷിർഡി എക്സ്പ്രസ്. ഇതാണ് നമ്മുടെ ട്രെയിൻ. നമുക്ക് ജസ്റ്റ് നമ്മുടെ ലോക്കോ കൂടി ഒന്ന് കണ്ടേക്കാം. ലോക്കോ നമ്മൾ ഇന്നലെ കണ്ട സെയിം ലോക്കോ തന്നെയാണ് ഇന്നലെ അങ്ങോട്ട് കൊണ്ടുപോയത്. അതേ ലോക്കോ തിരിച്ചു കൊണ്ടുവരുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് പുതുമയൊന്നുമില്ല, എന്നാലും ഒന്ന് കണ്ടേക്കാം. ഇപ്പുറത്തായിട്ട് ട്വിൻ G9 ഉണ്ട്. അരക്കോണത്തിന് 43083 43043.
ഇതാണ് നമ്മുടെ ലോക്കോ 40017 WDP 4B. എത്ര മണിക്ക് പുറപ്പെടാന്ന് അറിയില്ല. ജസ്റ്റ് എന്തായാലും ക്രൂവിനോട് ചോദിച്ചായിരുന്നു. ക്രൂവിനോട് ചുമ്മാ ചോദിച്ചു എത്ര മണിക്ക് എന്തെങ്കിലും എടുക്കാമെന്ന് വെച്ചു. ഷെഡ്യൂൾ ടൈമായ 4:20 പോകുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ 4:20 വരെ നമ്മൾ കിടപ്പാണ് ഇവിടെ. നമുക്കിനി ഏകദേശം ഒരു 15 മിനിറ്റും കൂടെ ഉണ്ട്. 4:20 എടുക്കുമെന്ന് പറഞ്ഞു. 15 മിനിറ്റും കൂടെ ഉണ്ട്. അപ്പോൾ ഇതാണ് ബെല്ലാരി ജംഗ്ഷൻ. ബെല്ലാരി ജംഗ്ഷനിൽ ട്രെയിൻ നിലവിൽ സ്റ്റോപ്പില്ല. കാര്യം നിലവിൽ ഈ ട്രെയിൻ്റെ ഒറിജിനൽ റൂട്ട് വഴി വന്നാൽ ഇത് കൻറ്റോൺമെൻറ്റ് വഴി പോവുള്ളൂ. ബെല്ലാരി കൻറ്റോൺമെൻറ്റ് അങ്ങനെ ബൈപ്പാസ് ലൈനിൽ ഇത് പോവുള്ളൂ. നമ്മൾ അങ്ങോട്ട് പോയ വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോവുള്ളൂ. ഇന്ന് പക്ഷേ ഡൈവേർട്ടഡ് റൂട്ട് വഴി നമ്മൾ വന്നിട്ട് നമ്മൾ ബെല്ലാരി ജംഗ്ഷൻ വഴി ഒറിജിനൽ സ്റ്റോപ്പായ ബെല്ലാരി ജംഗ്ഷൻ വഴി നമ്മൾ കയറുകയാണ്. ഇവിടെ ബെല്ലാരി ജംഗ്ഷനിലെ ഗതിശക്തി പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഇത് ചെയ്യുന്നുണ്ട്, എക്സ്റ്റൻഷൻ ചെയ്യുന്നുണ്ട് ഷെൽട്ടറിൻ്റെ. അപ്പോൾ അതിൻ്റെ ബേസ്മെൻറ്റാണ് ഈ കാണുന്നത്. അതിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. എനിക്ക് തന്നെ കൂടുതൽ സ്റ്റേഷൻ്റെ ഭംഗിയും കൂടി കൂട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. അതാണെന്ന് തോന്നുന്നു. ആ സ്റ്റേഷൻ ബിൽഡിങ്ങിന് ചുറ്റും സ്കഫോൾഡിംഗ് ഉണ്ട്. അത് കൃത്യം 4:20. ഇത്ര നേരം കിടന്നിട്ട് എടുക്കായതുകൊണ്ട് തന്നെ ലോങ് ഹോൺ ആവശ്യമാണ്. ബെല്ലാരി 4304 നേരത്തെ കാണിച്ച ലോക്കോസ് തന്നെയാണ്. 43083. അവർക്കിനി എപ്പോഴാണ് ക്ലിയറൻസ് കിട്ടുക? അപ്പുറത്തൊരു ട്വിൻ G7 ഉണ്ട് ഗുൽത്തലിൻ്റെ. 28248ഉം 28436ഉം. നമ്മളിപ്പോൾ എന്തിനാണോ നിർത്തിയത്? പോയിൻറ്റ്സുകളൊക്കെ ഉണ്ട്. ഇതാണ് ബെല്ലാരി യാർഡ്. ലെഫ്റ്റ് സൈഡിലോട്ടുള്ള യാർഡും റൈറ്റ് സൈഡിലോട്ടുള്ള സ്റ്റേഷൻസും. ആകെ 3 പ്ലാറ്റ്ഫോമാണ് ബെല്ലാരിയിലുള്ളത്. പ്രോബ്ലി നമ്മൾ നേരത്തെ ഒന്നും ഇപ്പോൾ വേറെ എങ്കിലും ട്രെയിൻ നിന്നിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും നമ്മൾ കയറ്റാൻ. അപ്പം നമ്മളങ്ങനെ റായദുർഗ ലൈനിലോട്ട് കയറി. ശ്രീ രാധാകൃഷ്ണ ടെമ്പിൾ. ഹിന്ദി സ്റ്റൈൽ നമ്പറാണത്. ബാക്കി കൂടെ ടുവേർഡ്സ് ഹോസ്പിറ്റൽ പോകുന്ന ലൈൻ കാണാം. ഇത് 0/8 എന്നായി കിലോമീറ്റർ മാർക്കിങ്. ഇപ്പോൾ കാണുന്ന ലൈനിൽ റൈറ്റ് സൈഡിലുള്ള ലൈന് ബെല്ലാരി ജംഗ്ഷനിൽ നിന്ന് വന്ന ലൈനാണ് നേരെ ഹോസ്പിറ്റൽ സൈഡിലോട്ട് പോകുന്നത്. ലെഫ്റ്റ് സൈഡിലുള്ളത് ബൈപ്പാസ് ലൈനാണ്. റായദുർഗ സൈഡിൽ നിന്ന് വന്നിട്ട് ടുവേർഡ്സ് ഹോസ്പിറ്റൽ പോകുന്ന ലൈനാണ്. ബെല്ലാരി കൻറ്റോൺമെൻറ്റ് വഴി പോകുന്നത്. ഈ ലൈന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇതേ ട്രെയിനിലായിരുന്നു. അന്ന് 16217 അതുവഴിയാണ് പോയത്. അങ്ങനെയായിരുന്നു പോയത്. അവിടെ മലയുടെ മുകളിലുള്ള കോട്ടയൊക്കെ കഴിഞ്ഞ വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ബെല്ലാരിക്ക് ഒരു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ വർഷം കണ്ടില്ല. കാരണം കഴിഞ്ഞ വർഷം ഞാൻ അപ്പുറത്തെ സൈഡിലായിരുന്നു, ഇപ്പുറത്തെ സൈഡിലായിരുന്നു നിന്നത്. അപ്പുറത്തെ സൈഡിലെ വിഷ്വൽസ് ഒന്നും കണ്ടില്ലായിരുന്നു. ഒരു നല്ലൊരു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡൊക്കെ ഉണ്ട് ഇവിടെ. അപ്പം നമ്മൾ റായദുർഗ ലൈനിലേക്ക് കയറി.
ഇനി ഈ ലൈൻ വഴി പോയിട്ട് റായദുർഗ്, അവിടെ നിന്ന് അങ്ങനെ നമ്മൾ ചിത്രദുർഗ വഴി ചിക്ജാജൂർ പോയി കയറും. ചിക്ജാജൂരിൽ നിന്ന് അരസിക്കരയ്ക്ക് പോകും. ബെല്ലാരി സ്റ്റേഷനിൽ നിന്ന് മേടിച്ച സമോസയാണത്. കുഞ്ഞി സമോസകൾ, മിനി സമോസാസ്. എന്തോ ആണ് സംഭവം എന്നറിയില്ല. പച്ച സിഗ്നലാണ്. ട്രെയിൻ ജസ്റ്റ് സിഗ്നൽ കടന്നിട്ട് അങ്ങ് സഡനായിട്ട് അങ്ങ് ഹെവി ബ്രേക്കിംഗ് ചെയ്ത് നിന്നു. അതായത് നമ്മുടെ എമർജൻസി ബ്രേക്ക് പോലത്തെ ബ്രേക്ക് ആപ്ലിക്കേഷൻ ആയിരുന്നു. അങ്ങനെ നിന്നു. എന്താ സംഭവം എന്നറിയില്ല. കുറച്ച് നേരം ഇപ്പോൾ ഒരു 5-10 മിനിറ്റോളം അങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് നമ്മൾ ജസ്റ്റ് ഏതോ ഒരു സ്റ്റേഷനിൽ നിന്ന് വിട്ടേ ഉള്ളൂ. ഇപ്പോൾ കാണാം വണ്ടി പകുതി ആ സ്റ്റേഷനുള്ളിലാണ് ഇപ്പോഴും. വണ്ടി പകുതി ഇപ്പോഴും ഉള്ളിലാണ്. അവിടെ ജസ്റ്റ് വിട്ട് വന്നു, എന്നിട്ട് അങ്ങനെ നിന്നു. ഒരു സഡനായിട്ട് നിന്നു. എന്താ സംഭവം എന്നറിയില്ല. ഒരു പിടിയിൽ എന്താ സംഭവം. ട്രെയിൻ ജസ്റ്റ് കടന്ന് സഡനായിട്ട് ഫുൾ ബ്രേക്ക് ചെയ്തങ്ങ് നിന്നു. 10 മിനിറ്റോളം കടന്ന് ഇപ്പോൾ പുറപ്പെട്ടു. വല്ല എമർജൻസി ബ്രേക്ക് ചെയിനാണോ, എന്തെങ്കിലും തട്ടിയതാണോ, വല്ല മൃഗമോ അല്ലെങ്കിൽ മനുഷ്യനെ വല്ലതും തട്ടിയതാണോ എന്നൊന്നും ഒരു പിടിയില്ല. സോമലപുരം എന്ന് കണ്ട് പറഞ്ഞൊരു സ്റ്റേഷനായിരുന്നു. അവിടെ നിന്ന് ലെഫ്റ്റിലോട്ട് ഒരു സൈഡിങ് ലൈൻ പോകുന്നുണ്ടോ, അതൊരു ഇൻഡസ്ട്രിയൽ സൈഡിങ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ കണ്ടായിരുന്നു നിർത്തിയത് സഡനായിട്ട്. അവിടെ എന്തെങ്കിലും അടയാളം വല്ലതും ഉണ്ടോ നോക്കിയതാണ്, അറിയില്ല എന്തിനാണ് നിർത്തിയാണ്. എന്തായാലും വിട്ടു. ഇപ്പോൾ റായദുർഗം നമ്മൾ നല്ലോണം ബിഫോർ ടൈം എത്തുമെന്ന് വിചാരിച്ചാൽ അതെന്തായാലും മാറി കിട്ടി. നമ്മുടെ ടൈമായിട്ട് തന്നെ എത്തുള്ളൂ. നമ്മൾ ജസ്റ്റ് റായദുർഗം എത്തുന്നു. നല്ല മലയിടയ്ക്കാണ്. മിക്കവാറും നമ്മൾ റായദുർഗം വിടുന്നതോടുകൂടി ഇരുട്ടാവും. പിന്നെ വളരെ കുറച്ച് ദൂരം ചിലപ്പോൾ കവർ ചെയ്യാൻ പറ്റും. എത്ര ഉണ്ടാവും. അത് കഴിയുമ്പോൾ പിന്നെ ഏതെങ്കിലും ഒരു സ്റ്റേഷനാണെങ്കിൽ ടൈമിൽ പറ്റണമെങ്കിൽ കവർ ചെയ്യാം. ഉറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അരസക്കരയിൽ നിന്ന് ഇഡ്ഡലി മേടിക്കാം. കരയാൻ ചിലപ്പോൾ കിടന്ന് ഉറങ്ങും. നല്ല ബ്യൂട്ടിഫുൾ സറൗണ്ടിങ്സാണ്. നല്ല വളവുകളാണ്. ഈ റൂട്ടിൽ മൊത്തത്തിൽ വളവുകളാണ്. ട്രെയിൻ ജസ്റ്റ് റായദുർഗ സ്റ്റേഷനോട് കയറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഇവിടെ ഒരു ട്വിൻ G9 ഹോൾഡ് ട്വിൻ G9 ഹോൾഡ് ടാങ്കർ അല്ല ബോക്സിൽ നിൽക്കുന്നുണ്ടായിരുന്നു. നമ്മളങ്ങനെ റായദുർഗം സ്റ്റേഷനോട് കയറിക്കൊണ്ടിരിക്കുന്നു.
ഇവിടുന്ന് ആൾക്കാരെല്ലാം കയറാനുണ്ടാവുമെന്ന് അറിയില്ല. കാര്യം ഈ ട്രെയിനിൻ്റെ ഡീറ്റെയിൽസ് ഫുൾ NTS-ലൊക്കെ മെസ്ഡപ്പാണ്. NTS ട്രെയിൻ ക്യാൻസൽഡ് എന്നാണ് കാണിക്കുന്നത്. പിന്നെ വൈറസ് മൈ ട്രെയിനിൽ മൊത്തത്തിൽ ഇത് സാധനം 1.5 മണിക്കൂർ ലേറ്റ് എന്നാണ് കാണിക്കുന്നത്. വണ്ടിയെല്ലാം കൃത്യസമയത്ത് എന്തായാലും സ്റ്റേഷനോട് കയറുമെന്ന് പറയും. അപ്പം അങ്ങനെ ആ BOXL ബോക്സ് NHL റേക്കോ അങ്ങനെ ഇറങ്ങി പോവാണ്. അപ്പോൾ അത് പ്ലാറ്റ്ഫോമിൽ തിരക്കുണ്ട് ഓൾറെഡി. അത് ചിക്ജാജൂർ ഗുണ്ടക്കൽ പാസഞ്ചറിനുള്ള യാത്രക്കാരാണ്. ഇവൻ പോയിട്ട് വേണം അവന് വരാം. ആ ഗാർഡിൻ്റെ യൂണിഫോമിൻ്റെ ഒക്കെ കളറുണ്ടോ പൊടി അടിച്ചിട്ട്. അപ്പോൾ അങ്ങനെ ഗുഡ്സ് പോയി. ഇനി ഗുഡ്സ് പോയി കഴിഞ്ഞാൽ ചിക്ജാജൂർ ഗുണ്ടക്കൽ വരും. അത് കഴിഞ്ഞാൽ നമ്മൾ വിട്ടുപോകും. ഗുത്തി ഷെഡിൻ്റെ 32048 വാഗണറാണ് ഇന്നത്തെ പവർ. സൗത്ത് സെൻട്രൽ റെയിൽവേയുടെ ബ്രേക്കാണ്. അയ്യോ, കുറേ സ്ഥലപ്പേരുള്ള ഒരു ബോർഡാണ്. ഇതിൽ പിന്നെ ഏതാണ് ഇത് ഓടുന്നതെന്ന് അറിയാൻ മേല. ഈ ബോർഡിലുണ്ട് ഗുന്തക്കൽ, കാച്ചിഗുഡ, ബോധൻ, കാച്ചിഗുഡ, ഗുന്തക്കൽ, ചിക്ജാജൂർ, ഗുന്തക്കൽ. ഇത് തിരക്കില്ലല്ലോ. ഈ പോട്ടറിന് മിക്കവാറും നമ്മുടെ സിഗ്നലാവും. നമ്മൾ കുറച്ച് നേരമായി വന്ന് നടക്കാൻ തുടങ്ങിയിട്ട്. అక్కడ వరకు వెళ్ళాడు తేడా. അപ്പോൾ അങ്ങനെ നമ്മൾ രായദുർഗയിൽ നിന്ന് പുറപ്പെട്ടു. രായദുർഗ് ജംഗ്ഷൻ എന്നാണ് ബോർഡ്. രായദുർഗ് ജംഗ്ഷൻ ഉള്ള കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞായിരുന്നു. രായദുർഗ് തുംകൂർ റെയിൽവേ ലൈൻ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ജംഗ്ഷൻ ആയത്. ഇപ്പോൾ ടെമ്പറലി കുറച്ച് നേരം കല്യാൺ ദുർഗ് വരെ എങ്ങാണ്ട് ഇപ്പോൾ ടെമ്പറലി റെയിൽവേ ലൈൻ ഉണ്ട്. ക്ലോസ് ആണ്. ഇപ്പോൾ അതിൽ ട്രെയിൻ സർവീസ് ഒന്നും ഓടുന്നില്ല. വർക്ക് കംപ്ലീറ്റ് ആണ് കിടക്കുന്നത്. സർവീസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഏറെക്കുറെ ഇന്നത്തെ ലാസ്റ്റ് സെറ്റ് ഓഫ് വിഷ്വൽസ് ആവാറായി. സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞു. ഇപ്പോൾ രായദുർഗ് കഴിഞ്ഞു. ഇത് പഴയ സ്റ്റേഷനാണിത്. അത് കുറച്ച് താന്നിട്ടുള്ള പ്ലാറ്റ്ഫോമാണ് അപ്പുറത്തോട്ട്. അവിടെ നിന്ന് SM ഓഫീസൊക്കെ ഇപ്പോഴും പുതിയ കമ്മീഷൻ ചെയ്തിട്ടില്ലാന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ രായദുർഗ് കഴിഞ്ഞു. നമ്മൾ ജസ്റ്റ് മെയിൻ ലൈനിൽ കയറി. നമ്മുടെ സിഗ്നൽ അഡ്വാൻസ്ഡ് പച്ച കണ്ടോ. അപ്പോൾ അതായിരുന്നു രായദുർഗം അഥവാ രായദുർഗ് സ്റ്റേഷൻ. കഴിഞ്ഞ വീഡിയോ പറഞ്ഞത് ഇത് ആന്ധ്രാപ്രദേശിലാണ്. അപ്പോൾ ഈ രായദുർഗം കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് മുന്നോട്ട് കയറിയിട്ട് നമ്മൾ വീണ്ടും തിരിച്ച് കർണാടക കയറും. പിന്നെ നമ്മൾ കർണാടകയിൽ തന്നെയാണ്. പിന്നെ നമ്മൾ തിരിച്ച് ആന്ധ്രയോട്ട് കയറും. ഇതൊരു ചെറിയ ദൂരം മാത്രം. ബെല്ലാരി വിട്ട് ഒബലപുരം മുതൽ രായദുർഗ് വരെയുള്ള ഈ ഒരു സ്ട്രെച്ച് മാത്രം കർണാടകയിലാണ്, അല്ല ആന്ധ്രയിലാണ്. ബാക്കിയെല്ലാം നമ്മൾ കർണാടകയിൽ തന്നെ വീണ്ടും വിടും. ഈ ലെഫ്റ്റിലത്തെ ലൈനാണ് കല്യാണം ദുർഗിലേക്ക് പോകുന്ന ലൈൻ. ഇത് ശരിക്കും രായദുർഗ് തുംകൂർ റെയിൽവേ ലൈൻ പ്രോജക്റ്റിൻ്റെ പാർട്ടാണ്.
കുറച്ച് ഭംഗിയുള്ള റോക്ക് ഫോർമേഷൻസ് ഉണ്ട്. ഇവിടെ ഒരെണ്ണമുണ്ട്, പിന്നെ അവിടെ ഒരെണ്ണമുണ്ട് കേട്ടോ. ഒരു കുതിരപ്പുറത്ത് ആരും ഇരിക്കുന്ന പോലെയോ ഇതൊക്കെയാണ് തോന്നുന്നത് എനിക്കത് കാണുമ്പോൾ. ഇതാണ് തുംകൂരു കല്യാൺദുർഗ് പ്രോജക്റ്റിലെ ലൈന്. റായ്ദുർഗ് പ്രോജക്റ്റിലെ. ഇപ്പോൾ റായ്ദുർഗ് കല്യാൺദുർഗ് മാത്രം ഓപ്പണാണ്. ലൈൻ ജസ്റ്റ് പോയി. ജസ്റ്റ് ചിത്രദുർഗ് എത്തി. ചിത്രദുർഗ സ്റ്റേഷനിലെത്തി. തീരെ വെളിച്ചമില്ല ഇവിടെ. നല്ല നിലാവാണ് കണ്ടോ, അടിപൊളി നിലാവാണ്. സമയം ഇപ്പോൾ 7:11. എനിക്കൊന്നൊരു 5-10 മിനിറ്റ് ലേറ്റാന്ന് തോന്നുന്നു. അത്രേ ഉള്ളൂ. പ്ലാറ്റ്ഫോം ഷെൽട്ടർ അങ്ങ് ദൂരെയാണ്. അതിനകത്തുള്ള എൻട്രൻസ് പിടിക്കണമെന്ന് വെച്ചാൽ ഡോറിലൂടെ കറക്റ്റ് ഓടി വന്നതും ട്രെയിൻ സ്റ്റേഷനുള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡിൽ വെറുതെ ഫ്രൈറ്റ് ഉണ്ടായിരുന്നു തോന്നുന്നു, ശ്രദ്ധിച്ചില്ലായിരുന്നു. അപ്പുറത്തെ സൈഡിൽ ഫ്രൈറ്റ് മറ്റുണ്ടായിരുന്നു തോന്നുന്നു. നമ്മൾ ജസ്റ്റ് ചിത്രദുർഗയിൽ നിന്ന് പുറപ്പെട്ടു. അടുത്ത സ്റ്റോപ്പ് ചിക്ജാജൂരാണ്. ചിക്ജാജൂർ എത്തുമ്പോൾ നമ്മൾ ഹുബ്ലി ബാംഗ്ലൂർ മെയിൻ ലൈനിലോട്ട് ജോയിൻ ചെയ്യും. ഇതായിരുന്നു ചിത്രദുർഗ. നമ്മൾ ജസ്റ്റ് ചിക്ജാജൂർ ജംഗ്ഷനിലേക്ക് എത്തുകയാണ്. ഒരു 3 പേര് കിടക്കണതാണ് ഇവിടെ. ഇവിടെ ക്രൂ ബുക്കിംഗ് ലോബിയും അതൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഇതിന് ബിരൂർ, അരസിക്കര, തുംകൂർ, യശ്വന്ത്പൂർ. നമ്മൾ യശ്വന്ത്പൂരിലാണ്. നമ്മളപ്പോൾ അങ്ങനെ ചിക്ജാജൂർ എത്തി. നമ്മൾ 2 മിനിറ്റിനടുത്ത് ലേറ്റാണ്. അതൊന്നും ഒരു ഡിലേ അല്ലല്ലോ, എന്തായാലും എത്തി. ഇപ്പോൾ നമ്മുടെ അടുത്ത സ്റ്റോപ്പായ ബിരൂർ ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണ് ബിരൂർ ജംഗ്ഷൻ. സ്റ്റേഷൻ്റെ കോഡ് ഇൻട്രസ്റ്റിംഗ് ആണ്. RRB എന്നാണ്. BIRUR എന്നാണ് സ്പെല്ലിങ്. കോഡ് RRB എന്നാണ്. നേരെ തിരിച്ചാണ്. അത്യാവശ്യം വലിയ സ്റ്റേഷനാണ്. അവിടെ ഒരു റിഫ്രഷ്മെൻറ്റ് റൂമുണ്ട്. ഇവിടെ ഒരു ഫുഡ് ട്രാക്ക് റെസ്റ്റോറൻ്റ് ഉണ്ട്. അത്യാവശ്യം ഫെസിലിറ്റീസ് ഒക്കെ ഉള്ള സ്റ്റേഷനാണ്. പക്ഷെ അത്രേ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ ഇരുട്ടാ.
നമ്മളങ്ങനെ ബിരൂർ എത്തി. ഇവിടെ തണുപ്പുണ്ട് കേട്ടോ. ഇത്രയും നേരം നമ്മൾ ഓടിക്കൊണ്ടിരുന്ന റൂട്ടിൽ അത്യാവശ്യം നല്ല ചൂടായിരുന്നു. ഇവിടെ തണുപ്പുണ്ട്, ഇവിടെ തണുപ്പായി തുടങ്ങി. ഇനി നമുക്ക് 2 സ്റ്റോപ്പ് കൂടി ഉണ്ട്, അരസിക്കര തുംകൂർ. അത് കഴിഞ്ഞാൽ നമ്മൾ യശ്വന്ത്പൂരിലെത്തും. 24 മണിക്കൂറിനെക്കാട്ടും ജസ്റ്റ് കൂടുതൽ, ഏകദേശം 24 മണിക്കൂറും 10 മിനിറ്റോ അങ്ങനെയാണ് നമ്മുടെ റണ്ണിങ് ടൈം. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഡിന്നർ. അപ്പോൾ ഡിന്നറായിട്ട് മേടിച്ചിരിക്കുന്നത് ഒരു പുലാവ് മേടിച്ചു, ഒരു വെജ് പുലാവ്. പിന്നെ ഒരു സ്ഥിരം നമ്മുടെ പ്ലേറ്റ്, ഡിന്നർ പ്ലേറ്റ്. ഇന്ന് കണ്ടിട്ട് കറി കുറച്ച് വെറൈറ്റി ആണെന്ന് തോന്നുന്നു, കറി കണ്ടിട്ട്. പിന്നെ രാത്രി ചപ്പാത്തിയിലെ പൂരിയാണ്. അതിനോട് ഞങ്ങൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മൾ ഇത് മേടിക്കുന്നുണ്ട്, തൈര് എക്സ്ട്രാ മേടിക്കുന്നുണ്ട്. സുമൂൽ എന്ന് പറഞ്ഞ ബ്രാൻഡാണ്, അതായത് സൂറത്ത് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ്റെ. 30 രൂപയാണ്. ഇത് എത്ര, 200 ഗ്രാമിൻ്റെ 30 രൂപ. 2 മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് വയറിന് നല്ലതാണല്ലോ അത്രയും. അപ്പോൾ നമ്മുടെ കാറ്ററിംഗ്, പാൻഡയുടെ കാറ്ററിംഗ് ഡൂൺസ് കാറ്ററേഴ്സാണ്. ഡൂൺസാണ് ബോർഡിൽ കാണുന്നത്. ഡൂൺസ് കാറ്ററേഴ്സ് എന്ന് പറയുന്നത് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു ഡൽഹി ബേസ്ഡ് ഫേമാണ്. അപ്പോൾ നമ്മുടെ ഇതിനകത്ത് എന്തൊക്കെയല്ല നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ മെയിൻ കോഴ്സ് മീൽസ് എന്ന് പറയുന്നത് വരുന്നത് ആസ് യൂഷ്വൽ ഒരു ദാള് ചന്ന മസാലയാണ്. ചന്നയും പനീർ ഇട്ടിട്ടുണ്ട്, റൈസ്, നിലോൺസിൻ്റെ മാംഗോ പിക്കിള്, പിന്നെ കുക്കുംബർ. പിന്നെ പുലാവിനകത്ത് പുലാവ് എന്ന് പറയുന്നത് ഇതാണ്. അത് പുലാവ് എന്ന് പറഞ്ഞാൽ വിൽക്കുന്നത് ഇതിന് മുകളിൽ ബിരിയാണി എന്നായിരിക്കുന്നത്. അപ്പോൾ പുലാവ് എന്ന് പറയുന്നത് ബേസിക്കലി ചോറൊക്കെ ഇട്ടൊരു തക്കാളിയൊക്കെ ഇട്ടുള്ളൊരു ചോറും അതിന് മുകളിൽ കുറച്ച് മസാല ഒഴിച്ചിട്ടുണ്ട്. ഇതാണ്, ഇതിനകത്ത് പൂരിയാണ്. ഇതാണ് ഇപ്പോൾ നമ്മുടെ ഡിന്നർ. എന്നാൽ ഡിന്നറിൽ കിടക്കാം. ജസ്റ്റ് അരസിക്കര ജംഗ്ഷനിലോട്ട് എത്തി, നിർത്തുന്നേ ഉള്ളൂ, ജസ്റ്റ് എത്തി. മീനുകൾ ഇപ്പോഴത്തെ സൈഡിൽ ഏതോ ഒരു ട്രെയിൻ വന്ന് കയറി. ഏതാ വണ്ടി എന്നറിയില്ല, ഫുൾ അണ്ടർസ്റ്റോഡ് കോച്ചുകളുള്ള ഏതൊരു വണ്ടിയാണ്, ഏതോ പാസഞ്ചർ ട്രെയിനാണ്. ഇപ്പോഴത്തെ പ്ലാറ്റ്ഫോമിൽ ഒന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് വന്ന് നിൽക്കുന്ന, വെള്ളം കിട്ടുന്ന കട പോലും ഇല്ല. രാത്രിയായിട്ട് അരസിക്കരയിൽ തട്ട ഇഡ്ഡലികളുണ്ട് കേട്ടോ, പക്ഷേ കാര്യമായിട്ട് വേറെ കടകളൊന്നുമില്ല. അങ്ങ് ദൂരെയുള്ള അത്രയും ദൂരം പോകണില്ല. ഇഡ്ഡലി മാത്രമേ ഉള്ളൂ, വടയില്ലാന്ന്. ഇതാണ് അരസിക്കര. വട ഉണ്ടാവണം, വട ഉണ്ടെങ്കിൽ 2 വട മേടിക്കാം. വട ಇದೆಯಾ? വട 3 ಕೊಡಿ. വട മതി. ഇഡ്ഡലി വട ഉണ്ടായിരുന്നു, ഞാൻ വട മാത്രം മേടിച്ചുള്ളൂ. ഇഡ്ഡലി വേണ്ട, നമ്മൾ ഓൾറെഡി കഴിച്ചുകൊണ്ട് തിരിച്ച് കോച്ചിലേക്ക് പോവാം. അവൾ മോള് ജ്യൂസും എല്ലാം കിട്ടുമെന്ന് ചോദിച്ചായിരുന്നു, പക്ഷേ കടയൊന്നും ഇല്ല. അത് പിന്നെ ദൂരെ പോകാൻ വയ്യ, ഇത്രയൊക്കെ മതി. എന്തായാലും ഒരു 2-3 മണിക്കൂറും കൂടി യാത്രയേ ഉള്ളൂ. അരസിക്കര എത്തിയിരിക്കുകയാണ്. നമ്മൾ അരസിക്കരയിൽ നിന്ന് പുറപ്പെട്ടു. ഇവിടെ ആരും സൂപ്പർ ആനിവേഷൻ പാർട്ടി മറ്റോ ഉണ്ടായിരുന്നു, അതിൻ്റെ ഡെക്കറേഷനാണെന്ന് തോന്നുന്നു. അവിടെ ഒരു ബാനർ കാണാറുണ്ട്, ഏതൊരു ലോക്കോ പൈലറ്റിൻ്റെ ഗാർഡിനോ മറ്റോ സൂപ്പർ ആനിവേഷൻ ഉണ്ടായിരുന്നു, ഫെയറൽ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. സാധാരണ ഇതിൽ ഓപ്പറേറ്റിംഗ് ക്രൂവിൻ്റെ ഫെയറൽ ഫംഗ്ഷൻ വളരെ ഗ്രാൻഡായിട്ടാണ് ചെയ്യുക. ഒരു ഫുഡ് പ്ലാസ ഉണ്ടായിരുന്നു. VLR കടഞ്ഞു കിടക്കുകയാണ്. ആ കാണുന്നതൊന്നും സ്റ്റേഷൻ്റെ മെയിൻ എൻട്രൻസ് വെച്ചിട്ടാണ്. ഈ സൈഡിൽ സ്റ്റേഷനുകളൊക്കെ വളരെ ചെറിയ ചെറിയ സ്റ്റേഷനുകളാണ്, അങ്ങനെ വലിയ സ്റ്റേഷനുകളൊന്നുമില്ല. അത് മെയിൻ എൻട്രൻസ് അടച്ചു കെട്ടി വെച്ചിരിക്കുക. അപ്പോൾ ഇതാണ് അമൃത് ഭാരത് വർക്ക് നടക്കുന്നുണ്ട്. റിട്ടയറിംഗ് റൂമുണ്ട് ഇവിടെ. അപ്പോൾ അങ്ങനെ അരസിക്കര കഴിഞ്ഞു.
ഞാൻ കുറച്ച് നേരം കിടക്കാൻ പോവാണ്. നമുക്കിനി മിക്കവാറും യശ്വന്ത്പൂർ തിരുകാം. ഈ സൈഡിൽ തന്നെ പ്ലാറ്റ്ഫോമാണ്. ഞാൻ നിൽക്കുന്ന പ്ലാറ്റ്ഫോം സൈഡിൽ തന്നെയാണ്. പ്ലാറ്റ്ഫോം 2-ലേക്കാണ് നമ്മൾ വരുന്നത്. അപ്പം അങ്ങനെ യശ്വന്ത്പൂർ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോം 2-ലേക്ക് നമ്മൾ കയറിയിട്ടുണ്ട്. സമയം 12:26. ഏകദേശം ഒരു 22 മിനിറ്റിനടുത്ത് ലേറ്റാണ് വണ്ടി. ഏതാ ട്രെയിനെന്ന് അറിയില്ല, ഏതോ ഒരു ട്രെയിനായിട്ട് വന്നിട്ടുണ്ട്. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എന്തൊരു ബോർഡാണ്. Please do not carry the inflammable and explosive materials like kerosene, petrol, നമ്മൾ നിർത്തി. അപ്പോൾ അങ്ങനെ യശ്വന്ത്പൂർ സ്റ്റേഷനിലേക്ക് എത്തി. അപ്പോൾ അതോടുകൂടി ഈ പാർട്ട് ഓഫ് ദ ജേർണി എൻഡ്സ് ഹിയർ. ഷിരടിയിൽ നിന്ന് ഇവിടം വരെയുള്ള യാത്ര നമുക്ക് 24 മണിക്കൂറിന് മേലെടുത്തു. നിങ്ങളെല്ലാവരും ഫുൾ വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ കമൻറ്റ്സ് സജഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാലും അതെല്ലാം അയച്ചു തരണം. നമ്മുടെ യാത്ര വെച്ചാൽ നമ്മുടെ യാത്ര വീണ്ടും നാളെ തുടരും. അപ്പോൾ വീഡിയോ പറ്റിയുള്ള കമൻറ്റ്സ് ഫീഡ്ബാക്ക് പോസ്റ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തതാണ് ദയവായി സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ കാണാം. അതുവരയ്ക്കും ബൈ.